Cell organelles with its own genome system and considered to be semi-autonomous. Semi-autonomous നമ്മൾ വിളിക്കുന്ന ആരെയൊക്കെയാ? ക്ലോറോപ്ലാസ്റ്റിനെയും മൈറ്റോകോൺട്രിയയും. ശരിയല്ലേ മക്കളെ? ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ. ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ. Then a large and mature plant cell has many vacuole, no vacuole, a large vacuole, many vacuoles and a large vacuole. ഏതാ മക്കളെ? A large central vacuole. അതുകൂടെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. A large central vacuole. ഓക്കെ മക്കളെ? Then കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഹെൽപ്സ് ഇൻ. എന്തിനാണ് കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതാണ്ട് എക്സ്ക്രീഷൻ ഓൺലി, ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ഓസ്മോ റെഗുലേഷൻ ഓൺലി, ഡൈജഷൻ. ഏതാ മക്കളെ? ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇതിന് രണ്ടിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ അമീബ. അമീബയിലാണ് കാണുന്നത്. നമ്മൾ പഠിച്ചതാണ്, വാക്യൂളിനെ കുറിച്ച് പഠിച്ചപ്പോൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഇനി DNA ഡസ് നോട്ട് ഒക്കർ ഇൻ. താഴെ പറയുന്നതിൽ DNA ഇല്ലാത്തത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ. DNA ഉണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA. പ്ലാസ്റ്റിഡ്സിലുണ്ട്. മെച്ചുർ RBC, സെൻട്രിയോൾസ് ആൻഡ് റൈബോസോം. ഇവിടെ DNA ഉണ്ടോ? അടുത്ത ന്യൂക്ലിയസ്, ബാക്ടീരിയ ആൻഡ് വൈറസസ്. എവിടെ മക്കളെ ഇല്ലാത്തത്? മെച്ചുർ RBCയിൽ ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ DNA ഇല്ല. സെൻട്രിയോളുകളിൽ കാണത്തില്ല. റൈബോസോമിൽ RNA മാത്രമേ ഉള്ളൂ, DNA ഇല്ല. ശരിയല്ലേ? അടുത്തത് സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഈസ്. പ്രോട്ടീൻ സിന്തസിൻ്റെ ഫാക്ടറി, പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്ന ആരാ മക്കളെ? റൈബോസോംസ്. Ribosomes are called protein factory. Then, which among the following is or are the functions of cell wall? താഴെ പറയുന്നതിൽ സെൽ വാളിൻ്റെ ജോലികൾ എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ, പ്രൊവൈഡ് ഷേപ്പ്, സെൽ ടു സെൽ ഇൻട്രാക്ഷൻ. എല്ലാം ശരി തന്നെയാണ്. ഓൾ ഓഫ് ദിസ് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെൽ വാളിൻ്റെ ഫംഗ്ഷൻ്റെ കൂട്ടത്തിൽ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്, ഷേപ്പ് പറയുന്നുണ്ട്, സെൽ ടു സെൽ ഇൻട്രാക്ഷൻ പറയുന്നുണ്ട് അല്ലേ? അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനല്ലേ ആർ ഇൻക്ലൂഡഡ് ഇൻ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം? താഴെ പറയുന്നതിൽ ഏതിനെയൊക്കെയാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ലൈസോസോം ആൻഡ് വാക്യൂൾ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓൾ ഓഫ് ദ എബോവ്. മക്കളെ ഓൾ ഓഫ് ദ എബോവ് അല്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സും ലൈസോസോംസും വാക്യൂൾസും എവിടെ വരുന്നതാണ്? എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ ലാർജ് നമ്പർ ഓഫ് RER ആർ ഫൗണ്ട് ഇൻ ദ സെൽസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ. RER കൂടുതൽ കാണുന്നത് എവിടെ ആയിരിക്കും? ആക്റ്റീവ്ലി ഏത് സെല്ലായിരിക്കും? എവിടെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സെല്ലായിരിക്കും? പ്രോട്ടീൻ സിന്തസിസ്. ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. Then the next, which of the following plastid is colored and contains carotenoids? താഴെ പറയുന്ന ഏത് പ്ലാസ്റ്റാണ് കളേർഡ്? അതുപോലെ കരോട്ടിനോയിഡ്സ് ധാരാളമായിട്ടിരിക്കും. കരോട്ടിനോയിഡ് പിഗ്മെന്റുകൾ അടങ്ങിയിട്ടുള്ളത് എവിടെ? ക്രോമോപ്ലാസ്റ്റ്. ഓപ്ഷൻ ഡി, ക്രോമോപ്ലാസ്റ്റ്. ദെൻ വിച്ച് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ക്ലോറോപ്ലാസ്റ്റ്? താഴെ പറയുന്നതിൽ ക്ലോറോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് എന്താണ്? ദേ ആർ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട്, ദേ കണ്ടെയ്ൻ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA, ദേ കണ്ടെയ്ൻ 18S റൈബോസോം, ഔട്ടർ മെംബ്രെയിൻ ഈസ് മോർ പെർമിയബിൾ. ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ടാണ്. ദേ കണ്ടെയ്ൻ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ശരിയാണ്. ദേ കണ്ടെയ്ൻ 80S റൈബോസോം തെറ്റ്, 70S റൈബോസോം ആണല്ലേ മക്കളെ? അപ്പോൾ ഇതാണ് ഇൻകറക്റ്റ്. ഇനി ഔട്ടർ മെംബ്രെയിൻ ഈസ് മോർ പെർമിയബിൾ, അതും ശരി തന്നെ. അടുത്ത റൈബോസോംസ് ആർ ഡിസ്കവേർഡ് ബൈ. റൈബോസോമുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് പൈലറ്റ് അല്ലേ? ജോർജ് പൈലറ്റ്. ദെൻ സൈറ്റോസ്കെലിട്ടൺ ഈസ് എ. എന്താണ് സൈറ്റോസ്കെലിട്ടൺ? നെറ്റ്വർക്ക് ഓഫ് സെല്ലുലോസ് മൈക്രോഫിലമെന്റ്, നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീനേഷ്യസ് ഫിലമെന്റ്, നെറ്റ്വർക്ക് ഓഫ് സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് പ്രോട്ടോൺ ചാനൽസ്, നെറ്റ്വർക്ക് ഓഫ് കാൽസ്യം പെക്റ്റേറ്റ്. എന്താ മക്കളെ? നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീനേഷ്യസ് ഫിലമെന്റ്. പ്രോട്ടീനേഷ്യസ് ഫിലമെന്റുകളുടെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോസ്കെലിട്ടൺ എന്ന് വിളിക്കുന്നത്. ദെൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സൈറ്റോസ്കെലിട്ടൺ? ഈ താഴെ പറയുന്നതിൽ സൈറ്റോസ്കെലിട്ടൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്? മെക്കാനിക്കൽ സപ്പോർട്ട്, കീപ്പിംഗ് ഓർഗനലെ ഇൻ പൊസിഷൻ, മോട്ടിലിറ്റി, ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്. ഇതിൽ ഏതാണ് എന്തുള്ളത്? സൈറ്റോസ്കെലിട്ടൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത്. മെക്കാനിക്കൽ സപ്പോർട്ട് വരും, കീപ്പിംഗ് ഓർഗനലെ ഇൻ പൊസിഷൻ. മക്കളെ ഇതല്ലേ സെല്ലിന് ഷേപ്പ് കൊടുക്കുന്നത്? ആണ്. മോട്ടിലിറ്റി ഉണ്ട്. അടുത്ത ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്നതിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറൈസിങ് ഫ്രം സെൻട്രിയോൾ. ശരിയാണ്. സെൻട്രിയോൾസ് ആർ ബേസിക്കലി മേഡപ്പ് ഓഫ് ഫ്ലജല്ലിൻ പ്രോട്ടീൻ. തെറ്റ്. ഫ്ലജല്ലിൻ പ്രോട്ടീൻ ആർക്കാ? പ്രോക്യാരിയോട്സിനാ. അവിടെ സെൻട്രിയോൾ ഉണ്ടോ? സെൻട്രിയോളും സെൻട്രോസോമും ഒക്കെ ആരുടെ പ്രത്യേകതയാണ്? യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത. അവിടെ ഫ്ലജല്ലിൻ ഉണ്ടോ? ഇല്ല, ട്യൂബുലിനാണ്. ഇവിടെ വരേണ്ടത് എന്താണ്?
ട്യൂബുലിൻ എന്നാണ് വരേണ്ടത്. ട്യൂബുലിൻ തെറ്റല്ലേ, ഫാൾസ് അല്ലേ? അടുത്ത സെൻട്രോസോം ഈസ് മെംബ്രെയിൻലെസ്, ശരിയാണ്. സെൻട്രോസോം ഹാർ 9+0 ഓർഗനൈസേഷൻ, ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. താഴെ പറയുന്ന ഇൻകറക്റ്റ് പെയർ ഏതാണ്? ബേസൽ ബോഡി ഓഫ് യൂക്കാരിയോട്ടിക് സീലിയം ഈസ് 9+2 അറേഞ്ച്മെൻറ്റ്. ആക്സോണിം ഈസ് ദ കോർ ഓഫ് ഫ്ലജെല്ലം. ബേസൽ ബോഡി ഓഫ് ഫ്ലജെല്ല ഓഫ് യൂക്കാരിയോട്ട് സെൻട്രിയോൾ ലൈക്ക് സ്ട്രക്ചർ. റേഡിയൽ സ്പോക്ക് കണക്ട് സെൻട്രൽ ഷീത്ത് ടു പെരിഫറൽ ഡബ്ലറ്റ്. ഇതിലേതാ മക്കളെ തെറ്റ്? ബേസൽ ബോഡി ഓഫ് യൂക്കാരിയോട്ടിക് സീലിയം ഈസ് 9+2 അറേഞ്ച്മെൻറ്റ്. ഇത് തെറ്റാണ്. കാരണം എന്താ? എടാ മക്കളെ, ബേസൽ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെൻട്രിയോൾ കൊണ്ടല്ലേ? ആ സെൻട്രിയോൾ 9+2 അറേഞ്ച്മെൻ്റ് ആണോ? അല്ല, 9+0 അറേഞ്ച്മെൻ്റ് അല്ലേ? അങ്ങനല്ലായിരുന്നു ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത് തെറ്റല്ലേ? ബേസൽ ബോഡി ഓഫ് യൂക്കാരിയോട്ടിക് സീലിയം ഈസ് 9+2 അറേഞ്ച്മെൻ്റ് എന്ന് എഴുതിയത് തെറ്റാണ്. ആക്സോണിയം കോർ ഓഫ് ദ ഫ്ലജെല്ലം തന്നെ. ബേസൽ ബോഡി ഓഫ് ഫ്ലജെല്ല ഓഫ് യൂക്കാരിയോട്ട് സെൻട്രിയോൾ ലൈക്ക് സ്ട്രക്ചറാണ്. റേഡിയൽ സ്പോക്ക് കണക്ട് സെൻട്രൽ ഷീത്ത് ടു പെരിഫറൽ ഡബ്ലറ്റ്, ശരിയാണ്. ഓക്കെ, ദെൻ തിക്നെസ് ഓഫ് പെരിന്യൂക്ലിയർ സ്പേസ് ഈസ്. പെരിന്യൂക്ലിയർ സ്പേസിൻ്റെ തിക്നെസ് എത്രയാണ്? കൃത്യമായിട്ട് നമുക്ക് തിരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു അളവാണിത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മുടെ മിസ്റ്റേക്ക് നോട്ട്ബുക്കിലൊക്കെ എഴുതി സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തിക്നെസ് ഓഫ് പെരിന്യൂക്ലിയർ സ്പേസ്, പെരിന്യൂക്ലിയർ സ്പേസിൻ്റെ തിക്നെസ്. മക്കളെ, ഈ ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. 10 to 15 nm അല്ലേ, നാനോമീറ്റർ. 10 to 15 നാനോമീറ്റർ തിക്നെസ് ആണ് അതിനുള്ളത്, അഥവാ സ്പേസ് ആണ് അതിൻ്റെ ഇടയിൽ ഉള്ളത്. ഓക്കെ, ദ ടേം ക്രൊമാറ്റിൻ വാസ് കോയിൻഡ് ബൈ. ആരാണ് ക്രൊമാറ്റിൻ എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? ഫ്ലെമിംഗ് ആണ്. ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ക്രൊമാറ്റിൻ എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത്, സാറ്റലൈറ്റ് ക്രോമസോം ഹാവ് പ്രൈമറി കൺസ്ട്രക്ഷൻ ഓൺലി, ടെർഷറി കൺസ്ട്രക്ഷൻ ഓൺലി, സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഓൺലി, ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ഏതാ മക്കളെ ശരി? ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. സാറ്റലൈറ്റ് ക്രോമസോമിനകത്ത് പ്രൈമറി കൺസ്ട്രക്ഷനും കാണും, സെക്കൻഡറി കൺസ്ട്രക്ഷനും കാണും. ആ സെക്കൻഡറി കൺസ്ട്രക്ഷന് മുകളിലായിട്ടാണ് നമുക്ക് സാറ്റലൈറ്റിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോമസോം ഹാസ് 2 ഈക്വൽ ആംസ്? താഴെ പറയുന്നതിൽ ഏത് ക്രോമസോമിനാണ് 2 ഈക്വൽ ആമുകളുള്ളത്? ഏതാ മക്കളെ? മെറ്റാസെൻട്രിക് ക്രോമസോം. ബാക്കിയുള്ളതിനെല്ലാം ഒരു ഈക്വലും, ഒരെണ്ണം ലോങ്ങറും ഒരെണ്ണം ഷോർട്ടും ആയിരിക്കും അല്ലേ? അടുത്ത, the prokaryotic cells are represented by pleuro pneumonia like organism, blue green algae, mycoplasma, all of the above. ഇവരെല്ലാവരും ആര് തന്നെയാണ്? പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് തന്നെയാണ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ്? താഴെ പറയുന്നതിൽ ഇൻക്ലൂഷൻ ബോഡി ആയിട്ടുള്ളത് ആരാണ്? ക്യാപ്സ്യൂൾ, സ്റ്റാർച്ച്, സൈനോഫൈസിയൻ ഗ്രാന്യൂൾ, അതുപോലെ സെല്ലുലോസ്. ഏതാ മക്കളെ? സയാനോഫൈസിയൻ ഗ്രാന്യൂൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻക്ലൂഷൻ ബോഡി. ഇൻക്ലൂഷൻ ബോഡിക്ക് ഒരു എക്സാമ്പിളാണ് സയാനോഫൈസിയൻ ഗ്രാന്യൂൾ. അടുത്തത്, ലൈസോസോംസ് ആർ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് വിച്ച് ഒപ്റ്റിമലി ആക്റ്റീവ് അറ്റ് ദ. ഓക്കെ, ഈ ലൈസോസോമുകൾ ആക്റ്റീവ് ആവുന്നത് ഏത് pH-ലാണ്? ദാറ്റ് ഈസ് അസിഡിക് pH. നമ്മൾ പഠിച്ചതാണ് ലൈസോസോമിനകത്തുള്ള ഹൈഡ്രോളിറ്റിക് എൻസൈമുകൾ ആക്റ്റീവ് ആവുന്നത് ഏത് pH-ലാണ്? അസിഡിക് pH-ലാണ്. അസിഡിക് pH. ദെൻ ഹൗ മച്ച് ഓർഗനലെ ആർ ഇൻവോൾവ് ഇൻ എൻഡോമെംബ്രെയിൻ സിസ്റ്റം? ആരൊക്കെയാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോംസ്, വാക്യൂൾസ്. അപ്പോൾ മൊത്തത്തിൽ 4. ഓപ്ഷൻ A 4. Then the eukaryotic ribosomes are 8 years while the prokaryotic ribosomes are 70 years. Here S stands for എന്തോ മക്കളെ? സ്വെഡ്ബർഗ് യൂണിറ്റ്. സ്വെഡ്ബർഗ് കോഎഫിഷ്യൻ്റ് അല്ല, സെഡിമെൻറ്റേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റ് ആണ് സ്വെഡ്ബർഗ് യൂണിറ്റ്. ദാറ്റ് ഈസ് S. ഓക്കെ, ദെൻ ന്യൂക്ലിയർ എൻവലപ്പ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് മെംബ്രെയിൻ ഓഫ് ഗോൾജി കോംപ്ലക്സ്, മൈക്രോട്യൂബ്യൂള്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഏതാ മക്കളെ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ഔട്ടർ മെംബ്രെയിനിൽ നിന്ന് തന്നെയല്ലേ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാകുന്നത്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ദെൻ സിസ്റ്റർനെ ഓഫ് ഗോൾജി അപ്പാരറ്റസ് ആസ് എ ഡയമീറ്റർ ഓഫ്. ഗോൾജി അപ്പാരറ്റസിൻ്റെ സിസ്റ്ററിനേക്ക് എത്ര ഡയമീറ്റർ വരും? 0.5 to 1 മൈക്രോമീറ്റർ. 0.5 to 1 മൈക്രോമീറ്റർ. 0.5 to 1 മൈക്രോമീറ്റർ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ടൈപ്സ് ഓഫ് ക്രോമസോംസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഇൻ കറക്റ്റ് ഓർഡർ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാരാ മക്കളെ? ഇത് മെറ്റാസെൻട്രിക് ആണ്, സബ് മെറ്റാസെൻട്രിക് ആണ്, ഇത് അക്രോസെൻട്രിക് ആണ്, ഇത് ടീലോസെൻട്രിക് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ടീലോസെൻട്രിക്കിൻ്റെ മുകളിൽ താണ്ടി ഇങ്ങനെ അടയാളമൊന്നും ഇല്ല കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അതൊരു എററാണ്. ഇതാ ആദ്യം മെറ്റാസെൻട്രിക്ക്, സബ് മെറ്റാസെൻട്രിക്ക്, അക്രോസെൻട്രിക്ക്, ടീലോസെൻട്രിക്ക്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബിളി. ഓക്കെ,
കോക്കസ്. മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ എപ്പോഴും സാർ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം മാച്ച് ചെയ്യുക, അതിന് പറ്റുന്നത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, കോക്കസ് സ്പെറിക്കൽ. A3 ഇതായി 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. അടുത്ത വിബ്രിയോ കോമ ഷേപ്പ്ഡ് B4 എവിടെ വരുന്നുള്ളൂ? ദാ സിയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി മാച്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട. അടുത്തത് Golgi apparatus is closely associated with the dash in structural as well as functional aspect. ആരുമായിട്ടാണ് ഗോൾജി കോംപ്ലക്സ് ആരുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ശരിയല്ലേ? ER അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ട് സ്ട്രക്ചറലിയും ഫങ്ഷണലിയും അസോസിയേറ്റഡ് ആണ്. ദെൻ the outer and inner membrane of the nucleus is separated by perinuclear space. ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിൻ ഇന്നർ മെംബ്രെയിൻ തമ്മിൽ വേർതിരിക്കുന്ന സ്പേസ് ഏതാണ്? പെരിന്യൂക്ലിയർ സ്പേസ് ആണ്. പെരിന്യൂക്ലിയർ സ്പേസ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചർ? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു സിംഗിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആയിട്ടുള്ളത്? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോംസ്, ന്യൂക്ലിയസ്. ഏതാ മക്കളെ? ലൈസോസോം. മൈറ്റോകോൺട്രിയ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്, ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്, ന്യൂക്ലിയസും ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. ഏതാണ്? ലൈസോസോം മാത്രം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. അത് എന്തിൻ്റെ പാർട്ടുമാണ്? എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പാർട്ടുമാണ്. അടുത്തത് ബേസിക് പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ദ ക്രോമാറ്റിൻ ആർ നോൺ ആസ്. എന്തുവാ? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലേ? ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഇവരെന്താണ്? ബേസിക് പ്രോട്ടീൻസ് ആണ്. DNA പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻസും കൂടാണ്. ഓക്കെ, ന്യൂക്ലിയസ് വാസ് ഡിസ്കവേർഡ് ബൈ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? കമില്ലോ, പോർട്ടർ, റോബർട്ട് ബ്രൗൺ, ഡി ഡ്യൂ. ആരാ? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ് ഇൻ 1831. പഠിക്കുന്നതല്ലേ നമ്മൾ? ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാക്യൂൾ ആർ പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽ? പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന വാക്യൂൾ ഏതാണ്? സാപ്പ് വാക്യൂൾ, കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആൻഡ് ഗ്യാസ് വാക്യൂൾ ആൻഡ് ഫുഡ് വാക്യൂൾ. ഏതാ? സാപ്പ് വാക്യൂൾ. പ്രത്യേകം നമ്മൾ വാക്യൂളിനെ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചതാണ്. സാപ്പ് വാക്യൂളാണ്. ദെൻ ഹൂ ഡിസ്കവേർഡ് ദ ലിവിങ് സെൽ? ലിവിങ് സെൽ കണ്ടുപിടിച്ച ആരാ? ആന്റൺ വാൻ ലിവൻ ഹോക്ക് ഇൻ 1676. ശരിയല്ലേ? അടുത്തത് സെൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ. പ്രപ്പോസ് ചെയ്തത് ആരാ? MJ ശ്രീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ, അല്ലെങ്കിൽ മത്തിയാസ് ശ്രീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. എന്നാൽ അത് മോഡിഫൈ ചെയ്തത് ആരാ? റുഡോൾഫ് വിർഷോ. ദെൻ ഒമ്നിസെല്ലുലാർ ഇസെല്ലുലാർ മോഡിഫൈഡ് സെൽ തിയറി വാസ് പ്രപ്പോസ്ഡ് ഇൻ 1855. 1855 റുഡോൾഫ് വിർഷോ പറഞ്ഞത് എ ന്യൂ സെൽ ഈസ് ഓൾവേസ് ഫോംഡ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൽ ഒമ്നിസെല്ലുലാർ ഇസെല്ലുലാർ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം. ഇതേ നോക്ക്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. The cytoplasm is the main arena of cellular activities in both the plant and animal cell. പ്ലാന്റ് സെൽ എടുത്ത് നോക്കുമ്പോഴും അനിമൽ സെൽ എടുത്ത് നോക്കുമ്പോഴും സൈറ്റോപ്ലാസം ആണ് മെയിൻ അറീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ മെയിൻ ഏരിയ ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റി. ശരിയാണ്. വേരിയസ് കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ഇൻ സൈറ്റോപ്ലാസം ടു കീപ്പ് ദ സെൽ ഇൻ ലിവിങ് സ്റ്റേറ്റ്. ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ right. That is both statement are true. Okay, then find the matching column A with column B. Okay, നമുക്ക് നോക്കാം. ദാ ഇവിടെ മുകളിൽ നിന്ന് ദാ ഇങ്ങനെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1E 2D 3C 4A and 5B. ഓക്കെ, ഇങ്ങനെ എഴുതിയേക്കുന്ന കേസ് നമ്മളെല്ലാം ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, RBC. ഓക്കെ, റൗണ്ട് ആൻഡ് ബൈകോൺകേവ് അബൌട്ട് 7 micrometer in diameter. ഓക്കെ, ഒന്നിനെ ഞാൻ ഡിയോട് മാച്ച് ചെയ്തു. 1D നോക്കാം നമുക്ക്. 1D എന്ന് വരുന്ന ഏതാണ്ട് 1D ഇതാ ഇവിടെ വരുന്നുണ്ട്. 1D രണ്ടിടത്ത് വരുന്നുണ്ട്, ബിയിലും വരുന്നുണ്ട്, ഡിയിലും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത സി മാച്ച് ചെയ്ത് നോക്കാം. സി രണ്ടിടത്തും ഡിഫറെൻ്റ് ആണോ എന്ന് നോക്കിയേ. സി ഇവിടെ 2 ആണ് വരുന്നത്, ഇവിടെ 2 ഇവിടെ സി ആണ് വരുന്നത്, ഇവിടെ 2 ഇവിടെ E ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തും കൂടെ മാച്ച് ചെയ്ത് നോക്കിയാൽ 2 WBC അമീബോയിഡ്. 2C ആണ്. 2C എന്ന് എവിടെ വരുന്നത്? ഡിയിലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ 2E എന്നാണ് വരുന്നത്, 2E. അപ്പോൾ അതല്ല ആൻസർ, ദാറ്റ് ഈസ് ഡി ആണ് ആൻസർ. ബാക്കി ഒന്നും മാച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് പ്രോക്യാരിയോട്ടിക് സെൽ? താഴെ പറയുന്നതിൽ പ്രോക്യാരിയോട്ടിക് സെല്ലുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. ശരിയാണ്. പ്രസൻസ് ഓഫ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ലീനിയർ DNA ഇൻ ദ സൈറ്റോപ്ലാസം. തെറ്റ്. സർക്കുലാർ DNA ആണ്. സൈറ്റോപ്ലാസ്റ്റ് സർക്കുലാർ DNA ആണ്, അത് തെറ്റാണ്. ഓക്കെ, പ്രസൻസ് ഓഫ് 70s ടൈപ്പ് ഓഫ് റൈബോസോം. ശരിയാണ്.
ഫ്ലജല്ല, പിലി ആൻഡ് ഫിംബ്രി ആർ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ്. തെറ്റ്. കാര്യം ഫ്ലജല്ല മാത്രമേ ഉള്ളൂ ലോക്കോമോട്ടറി സ്ട്രക്ചർ. പിലിക്കും ഫിംബ്രിക്കും എന്തിൽ ബന്ധമില്ല? ലോക്കോമോഷനുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ദ റൈബോസോംസ് ഓഫ് എ പോളിസോം ട്രാൻസ്ലേറ്റ് ദ mRNA ഇൻറ്റു പ്രോട്ടീൻ. അത് ശരിയാണ് അല്ലേ? അതായത് ഒരു mRNAയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൈബോസോമുകൾ mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കും. ശരിയാണ്. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിനകത്ത് ശരി. 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഇൻവോൾവ് ഇൻ. പ്ലാസ്മ മെംബ്രെയിൻ എന്തിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്? സെൽ ഗ്രോത്ത് പറയുന്നുണ്ട്, ഫോർമേഷൻ ഓഫ് ഇൻഡർസെല്ലാർ ജംഗ്ഷൻ പറയുന്നുണ്ട്, സെക്രീഷൻ പറയുന്നുണ്ട്, എൻഡോസൈറ്റോസ് പറയുന്നുണ്ട്, സെൽ ഡിവിഷൻ പറയുന്നുണ്ട്. മക്കളെ, ഇതെല്ലാം തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? സെൽ ഗ്രോത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് വലുതാവും. ഫോർമേഷൻ ഓഫ് ഇൻഡർസെല്ലാർ ജംഗ്ഷൻ ശരിയാണ്. സെക്രീഷൻ ശരിയാണ്. എൻഡോസൈറ്റോസ് ശരിയാണ്. സെൽ ഡിവിഷൻ ശരിയാണ്. അപ്പോൾ A, B, C, D ആൻഡ് E ഓൾ ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ.